കേരളത്തിന്റെ പുരാതനമായ നിഗൂഢതകളിലേക്ക് നമുക്കൊരു യാത്ര പോകാം. അവിടെ ഒരൊറ്റ വെറ്റിലയിൽ നിങ്ങളുടെ ഭാവിയുടെ രഹസ്യങ്ങൾ വരെ ഒളിഞ്ഞിരിക്കുന്നു എന്നാണ് പറയുന്നത്. ഇത് വെറുമൊരു കെട്ടുകഥയല്ല, നൂറ്റാണ്ടുകളായി കൈമാറി വന്ന ഒരു ജ്ഞാനശാഖയിലേക്കുള്ള നമ്മുടെ ഒരു എത്തിനോട്ടമാണ്. കേൾക്കുമ്പോൾ അല്പം അതിശയോക്തി തോന്നുന്നുണ്ടല്ലേ? എന്നാൽ ഈയൊരു ചോദ്യത്തിന്റെ ഉത്തരം തേടിയാണ് നമ്മളിന്ന് പോകുന്നത്. താംബൂല പ്രശ്നമെന്ന ഈ പുരാതന കലയുടെ ഉള്ളറകളിലേക്ക് നമുക്ക് ഒരുമിച്ച് സഞ്ചരിക്കാം. അപ്പോ എന്താണ് യഥാർത്ഥത്തിൽ ഈ താംബൂല പ്രശ്നം? എവിടെ നിന്നാണ് ഇതിന്റെ തുടക്കം? നമുക്ക് നോക്കാം. ഇത് നിങ്ങൾ സാധാരണ കേട്ടുപരിചയിച്ച ജാതകം പോലെയോ അല്ലെങ്കിൽ മറ്റ് ജ്യോതിഷ രീതികൾ പോലെയോ അല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് നിങ്ങളുടെ ജനന സമയത്തെയോ ഭൂതകാലത്തെയോ അല്ല നോക്കുന്നത്, മറിച്ച് നിങ്ങൾ ജീവിക്കുന്ന ഈ നിമിഷത്തെയാണ്, വർത്തമാനകാലത്തിന്റെ ഓരോ സ്പന്ദനങ്ങളെയാണ് ഇത് വായിച്ചെടുക്കാൻ ശ്രമിക്കുന്നത്. ഇവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വ്യത്യാസം കിടക്കുന്നത്. നോക്കൂ, ജാതകമെന്ന് പറയുന്നത് നമ്മൾ ജനിച്ച ആ ഒരു നിമിഷം, ആ സമയത്ത് ഗ്രഹങ്ങൾ എവിടെയായിരുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും. പക്ഷേ താംബൂല പ്രശ്നം അങ്ങനെയല്ല. അത് നിങ്ങൾ ജ്യോത്സ്യന്റെ മുന്നിലിരിക്കുന്ന ആ നിമിഷത്തെയാണ്, ആ നിമിഷത്തെ മാത്രം അടിസ്ഥാനമാക്കിയുള്ളതാണ്. അതായത് ഇപ്പോൾ എന്ന സമയത്തിൽ ഒളിഞ്ഞിരിക്കുന്ന സൂചനകളെയാണ് അത് പുറത്തു കൊണ്ടുവരുന്നത്. പക്ഷേ ഒരു ചോദ്യമുണ്ട്. നമ്മുടെ നാട്ടിൽ ഇത്രയധികം സസ്യങ്ങളും ഇലകളുമൊക്കെ ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് വെറ്റില? എന്താണ് ഈ ഒരിലയെ മാത്രം ഇത്രയേറെ സവിശേഷമാക്കുന്നത്? അതിന്റെ ഉത്തരം അതിലടങ്ങിയിരിക്കുന്ന ദൈവികത എന്ന സങ്കല്പത്തിലാണ്. ഇതാണ് ഇതിന്റെയെല്ലാം അടിസ്ഥാന വിശ്വാസം. വെറ്റിലയിൽ ഐശ്വര്യത്തിന്റെ ദേവതയായ സാക്ഷാൽ ലക്ഷ്മീദേവിയുടെ സാന്നിധ്യമുണ്ട്. അതും മാത്രമല്ല, ഈ മഹാപ്രപഞ്ചത്തിലെ ഓരോ ഗ്രഹങ്ങളെയും പ്രതിനിധീകരിക്കാനും അതിന് കഴിയുമത്രേ. അങ്ങനെയൊരു വിശ്വാസം വരുമ്പോൾ വെറ്റില പിന്നെ ഒരു സാധാരണ ഇലയല്ലാതായി മാറുന്നു, അല്ലേ? അതൊരു ദൈവീക ഉപകരണമായി മാറുകയാണ്. ഇതൊന്ന് ആലോചിച്ചു നോക്കൂ. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഓരോ വെറ്റിലയും ഈ കാണുന്ന മഹാപ്രപഞ്ചത്തിന്റെ ഒരു കൊച്ചു പതിപ്പാണ്, ഒരു മിനിയേച്ചർ രൂപം. അപ്പോ ഗ്രഹങ്ങളുടെ സ്വാധീനവും പ്രപഞ്ചത്തിന്റെ തുടിപ്പുകളുമൊക്കെ അതിലൂടെ വായിച്ചെടുക്കാൻ കഴിയും എന്നാണ് വിശ്വാസം. ശരി, അപ്പോ എങ്ങനെയാണ് ഒരു ജ്യോത്സ്യൻ ഈ വെറ്റിലയിലൂടെ കാര്യങ്ങൾ കണ്ടെത്തുന്നത്? ആ ഒരു പ്രവചന രീതിക്ക് പിന്നിലുള്ള ചടങ്ങുകൾ എന്തൊക്കെയാണ്? നമുക്കൊന്ന് നോക്കിയാലോ. ഈ പ്രവചന രീതിക്ക് വളരെ കൃത്യമായ 3 ഘട്ടങ്ങളുണ്ട്. എല്ലാത്തിന്റെയും തുടക്കം സമർപ്പണം എന്ന ചടങ്ങിൽ നിന്നാണ്. അതിനുശേഷം കൊണ്ടുവന്ന വെറ്റിലകൾ ഒന്നൊന്നായി എണ്ണി വളരെ സൂക്ഷ്മമായി പരിശോധിക്കും. ഒടുവിൽ ആ അടയാളങ്ങൾ എന്താണ് പറയുന്നത് എന്ന് വ്യാഖ്യാനിക്കുന്ന ഏറ്റവും നിർണായകമായ ഘട്ടം വരുന്നു. ഈ പ്രക്രിയയിലെ ആ ആദ്യത്തെ ചടങ്ങ് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അതിനെ ആരൂഢമെന്നാണ് പറയുന്നത്. പ്രശ്നം ചോദിക്കാൻ വരുന്നയാള് വെറ്റിലയും പാക്കും ദക്ഷിണയുമൊക്കെ ജ്യോത്സ്യന് സമർപ്പിക്കുന്ന ആ ഒരു നിമിഷം, അവിടെ നിന്നാണ് ഈ പ്രവചന കലയുടെ വാതിലുകൾ ശരിക്കും തുറക്കുന്നത്. ഇവിടെ മുതലാണ് കാര്യങ്ങൾ കുറച്ചുകൂടി ഗഹനവും നിഗൂഢവുമാകുന്നത്. ജ്യോത്സ്യൻ വെറ്റിലയുടെ ആ രഹസ്യഭാഷ വായിക്കാൻ തുടങ്ങുകയാണ്. അടയാളങ്ങൾ വായിക്കുമ്പോൾ വെറ്റിലയിലെ ഓരോ അടയാളത്തിനും ഒരു പ്രത്യേക പേരുണ്ട്, നിമിത്തം. ഇവ വെറും കേടുപാടുകളോ ഇലയുടെ കുറവുകളോ ആയിട്ടല്ല കാണുന്നത്, മറിച്ച് ദൈവികമായ സന്ദേശങ്ങളായാണ്. ഇലകളിലെ ദ്വാരങ്ങളോ ചെറിയ കീറലുകളോ ഉണങ്ങിയ പാടുകളോ ഇവയൊന്നും വെറും അടയാളങ്ങളല്ല, പ്രവചനത്തിനുള്ള അമൂല്യമായ സൂചനകളാണ്. ഈ ഓരോ അടയാളങ്ങൾക്കും വളരെ കൃത്യമായ അർത്ഥങ്ങളുണ്ട്. ഉദാഹരണത്തിന്, വെറ്റിലയിൽ ഒരു ദ്വാരം കണ്ടാൽ ഒരുപക്ഷേ അത് ശരീരത്തിലെ ഏതെങ്കിലും ഒരു അസുഖത്തെയാവാം സൂചിപ്പിക്കുന്നത്. ഇലയുടെ അറ്റം സൂര്യനെ പ്രതിനിധീകരിക്കുമ്പോൾ അതിലെ ഞരമ്പുകൾ ചന്ദ്രനെയാണ് ഓർമ്മിപ്പിക്കുന്നത്. ഇങ്ങനെ ഓരോ ചെറിയ അടയാളവും പ്രപഞ്ചത്തിലെ ഓരോ വലിയ ശക്തികളുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. ഇതെല്ലാം കേൾക്കുമ്പോൾ സ്വാഭാവികമായും ഒരു ചോദ്യം വരാം. എന്തിനാണ് ആളുകൾ ഇത്രയും സങ്കീർണമായൊരു രീതിയെ ആശ്രയിക്കുന്നത്? ജീവിതത്തിലെ ഏത് സാഹചര്യങ്ങളിലാണ് അവരൊരു വെറ്റിലയിൽ ഉത്തരം തേടിപ്പോകുന്നത്? അതെ, ജീവിതത്തിലെ ഏതു പ്രതിസന്ധി ഘട്ടങ്ങളിലാണ് ഒരു വെറ്റില നമുക്കൊരു വഴികാട്ടിയാകുന്നത്? ഈ ഒരു ചോദ്യം നമ്മളെ താംബൂല പ്രശ്നത്തിന്റെ യഥാർത്ഥ ഉപയോഗങ്ങളിലേക്ക് കൊണ്ടുപോകും. സാധാരണയായി പെട്ടെന്നുണ്ടാകുന്ന ഉടനടിയൊരു പരിഹാരം വേണ്ട പ്രശ്നങ്ങൾക്കാണ് ആളുകൾ താംബൂലം വയ്ക്കുന്നത്. ചിലപ്പോൾ അത് കുടുംബത്തിലെ തീരാത്ത വഴക്കുകളാകാം, അല്ലെങ്കിൽ വൈദ്യശാസ്ത്രത്തിന് പോലും കാരണം കണ്ടെത്താൻ കഴിയാത്ത അസുഖങ്ങളാകാം, നഷ്ടപ്പെട്ടുപോയ വിലപിടിപ്പുള്ള ഒരു വസ്തു എവിടെയാണെന്നറിയാൻ, അല്ലെങ്കിൽ നീണ്ടുപോകുന്ന വിവാഹ തടസ്സങ്ങളുടെ കാരണം കണ്ടെത്താൻ. ഇങ്ങനെ ജീവിതത്തിലെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഒരു വഴികാട്ടിയായി ഇത് പ്രവർത്തിക്കുന്നു. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇതാണിതിന്റെ കാതിൽ. ഒരു വ്യക്തിയുടെ വർത്തമാനകാലത്തെ പ്രശ്നങ്ങളെ ആഴത്തിൽ മനസ്സിലാക്കാനും അതിന് ഉടനടി പരിഹാരങ്ങൾ കണ്ടെത്താനുമുള്ളൊരു മാർഗമാണിത്. പ്രശ്നം കണ്ടെത്തുക, ഒപ്പം പരിഹാരം നിർദ്ദേശിക്കുക. അവസാനമായൊരു ചോദ്യം മാത്രം.
വിശ്വാസവും പാരമ്പര്യവും ജ്യോതിഷവും എല്ലാം കൂടി ഇങ്ങനെ കെട്ടുപിണയുമ്പോൾ ഈ ഉത്തരങ്ങൾ യഥാർത്ഥത്തിൽ എവിടെയാണ് ഒളിഞ്ഞിരിക്കുന്നത്? ആ പച്ചിലകളിലാണോ, അതോ ആ ഇലകളിലേക്ക് പ്രതീക്ഷയോടെ നോക്കുന്ന നമ്മുടെയൊക്കെ മനസ്സുകളിലാണോ? ഒന്നാലോചിച്ചു നോക്കൂ.